ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ വാട്സാപ്പ് കൂട്ടായ്മയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം വിനോയ് തോമസിൻ്റെ രാമച്ചി എന്ന കഥാസമാഹാരമാണ്. ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ പുസ്തകം ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാമച്ചി എന്ന കഥ ഭാഷയിലെ ഒരു മികച്ച കഥയാണ് എന്ന് അതിൻ്റെ വായനാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. മനോഹരമായ ഒരു ആഖ്യാനമാണ് രാമച്ചിയുടേത്. അതുപോലെ ആദിവാസികളുടെ ജീവിതത്തിൻ്റെ ഉൾത്തുടിപ്പുകളാണ്, കാടിൻ്റെ അകമാണ് ഈ കഥയുടെ പ്രമേയം. അങ്ങനെ വ്യത്യസ്തമായ ഭൂമികയിൽ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളോടെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചുകൊണ്ട് വിനോയ് തോമസ് മനോഹരമായ ഒരു കഥ, രാമച്ചി എന്ന കഥ ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ ഇതിലെ മറ്റ് കഥകൾ മൂർഖൻ പറമ്പ്, ഇടവേലിക്കാർ, മിക്കാനിയ മൈക്രാന്ത, വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ പള്ളി, ഉടമസ്ഥൻ, അരി തുടങ്ങിയ കഥകളെല്ലാം മനോഹരമായ കഥകളാണ്. അതിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടി, മണ്ണുമായുള്ള ജൈവബന്ധം, കാർഷിക വൃത്തിയുടെ തനിമ ചോരാതെ ഉള്ള അവതരണം, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഈ കഥകളെ സമകാലീന കഥകളിൽ നിന്ന് ശ്രദ്ധേയവും വ്യത്യസ്തവും ശക്തവുമാക്കി മാറ്റുന്നുണ്ട്. രാമച്ചി എന്ന കഥയെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. രാമച്ചി എന്ന കഥ ആറളം ഫാമിൽ സെറ്റിൽമെൻറ്റ് കോളനിയിൽ ജനകീയ സർക്കാർ ഒരുക്കിയ സെറ്റിൽമെൻറ്റ് കോളനിയിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ ഒരു പരിച്ഛേദമാണ്. യഥാർത്ഥത്തിൽ ആദിവാസിയുടെ ഭൂമി കാടാണ്. അവരുടെ ആവാസഭൂമി കാടകമാണ്. എന്നാൽ അവരെ പരിഷ്കൃതരാക്കുന്നതിൻ്റെ ഭാഗമായി, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുകയും അവർക്ക് കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റുകൾ. അങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് കോളനിയാണ് ആറളം ഫാമിലെ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഏക്കർ ഭൂമിയും അതിൽ ഒരു വീടും, അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ വനാതിർത്തിയോട് ചേർന്നുള്ള ആറളം ഫാമിൽ കഥാകാരൻ അവിടുത്തെ ഹൈസ്കൂളിൽ കുറേ കാലം അധ്യാപകനായി ജോലി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ജോലി നോക്കിയ കാലയളവിൽ ആദിവാസികളുമായി ഉണ്ടായ ആത്മബന്ധം, സൗഹൃദം അദ്ദേഹം തൻ്റെ കഥയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു.
അങ്ങനെ ആദിവാസി ജീവിതവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധം സ്ഥാപിക്കാനായി. അവരുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതിയും അവരുടെ ഭാഷയും അവരുടെ ഭക്ഷണവും, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ ജനവിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും സാധിച്ചു. അങ്ങനെ സ്വായത്തമാക്കിയ ആ ആദിവാസി ജീവിതത്തിൻ്റെ, ആ കാടറിവിൻ്റെ ഒരു സത്തയാണ് ഈ കഥ, രാമച്ചി എന്ന കഥ. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ അതിൻ്റെ ഓരോ ഘടനയിലും അത്യന്തം മനോഹരമാകുന്നത്. പ്രമുഖൻ എന്ന കുങ്കിയാനയെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. പ്രമുഖൻ കാടിൻ്റെ വന്യത മുഴുവൻ മസ്തകത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാനയാണ്. അവന് കൊമ്പില്ല എന്നതാണ് നാട്ടുകാർ പറയുന്ന ഒരു കുറ്റം. പക്ഷെ പ്രമുഖനെ വനപാലകർ പരിശീലിപ്പിച്ച് കുങ്കിയാനയാക്കുകയാണ്. അതായത് ഈ നാട്ടിൽ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിച്ച് അവിടെ വേലി കെട്ടിത്തിരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾ ആ കൃഷിസ്ഥലത്തേക്ക് വന്ന് കൃഷി നശിപ്പിക്കുന്നു, വാഴകൾ പിഴുതെറിയുന്നു, കാർഷികോൽപ്പന്നങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പാട്ടകൊട്ടലും പടക്കമേറും ഒക്കെ പരീക്ഷിച്ചു നോക്കി. എന്നാൽ ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നതിന് അതൊന്നും പരിഹാരമായില്ല. അങ്ങനെയാണ് പ്രമുഖൻ എന്ന കുങ്കിയാനയെ വനം വകുപ്പുകാർ കൊണ്ടുവരുന്നത്, അതിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുങ്കിയാനയുടെ പരിശീലനത്തെക്കുറിച്ച്, അതിൻ്റെ ആ പരിശീലനത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒറ്റ വാചകം ഇതേ ഉള്ളൂ. അതിൻ്റെ ചെവി തോട്ടിയുടെ വലികളേറ്റ് തൊങ്ങൽ പോലെ ആയിരിക്കുന്നു. നിരവധി തവണ തോട്ടിയിട്ട് വലിച്ച് അതിൻ്റെ ചെവി കീറി പറഞ്ഞു പോയ ചെവിയാണ്. അപ്പോൾ വന്യത മുറ്റിയ ഒരു കാട്ടാനയെ ഒരു നാട്ടാനയാക്കി മാറ്റിയെടുക്കാനും അവൻ്റെ തന്നെ വർഗത്തെ തുരത്താനും ഉള്ള കുങ്കിയാനയാക്കി മാറ്റുന്നതിനിടയ്ക്ക് ആ വന്യജീവി അനുഭവിച്ച വേദനകളെ ഈ സൂചനയിലൂടെ കഥാകാരൻ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി സൂചനകളിലൂടെ വലിയ അനുഭവത്തെ ആവിഷ്കരിക്കാൻ ഈ കഥാകാരന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുങ്കിയാനയായ പ്രമുഖൻ ആ ഗ്രാമത്തിലെ കൃഷി നശിപ്പിക്കുന്ന ആനക്കൂട്ടത്തെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ ഒരു ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു. പ്രമുഖൻ അവരെ ഓടിക്കുന്നതിന് വേണ്ടി ആ കാട്ടാനക്കൂട്ടത്തിന് നേർക്ക് കുതിക്കുന്നു. പക്ഷേ ആ കാട്ടാനക്കൂട്ടത്തിലെ പിടിയാനകളെ കണ്ട് പ്രമുഖൻ മോഹിതനാവുകയാണ്. അവനിൽ ഉന്മാദം ഉടലെടുക്കുകയാണ്. പിടിയാന അലസമായി ലാസ്യവതിയായി നിന്നുകൊണ്ട് ഒരു പട്ടക്കൂമ്പ് അവന് നൽകുകയാണ്. പ്രമുഖൻ അത് സ്വീകരിച്ചുകൊണ്ട് അവളുടെ പിറകെ പോവുകയാണ്. അങ്ങനെ ആ കൊടുങ്കാടിനുള്ളിൽ പ്രമുഖൻ അപ്രത്യക്ഷനാകുന്നു. അവനെ വളർത്തിക്കൊണ്ടുവന്ന വനപാലകരും നാട്ടുകാരും നിരാശരാകുന്നു. പിന്നീട് ഈ കഥ വരുന്നത്
മല്ലിക എന്ന ഒരു ആദിവാസി യുവതിയുടെ ഓർമ്മകളിലേക്കാണ്. അവൾ തൻ്റെ ജീവിതത്തെയും തൻ്റെ രതിയെയും തൻ്റെ ഇണയെയും സ്വയം തിരഞ്ഞെടുക്കാൻ പ്രാപ്തിയുള്ള, ശക്തിയുള്ള, മനോഘടനയുള്ള ഒരു യുവതിയാണ്. അവളെ ആദ്യം പ്രാപിക്കുന്നത് കട്ടൻ രവി എന്ന ഒരു ആദിവാസി യുവാവാണ്. അവൻ മദ്യപാനിയാണ്, അവൻ അബദ്ധ സഞ്ചാരിയാണ്, അവൻ മല്ലികയുടെ ശരീരത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അത് മല്ലിക തിരിച്ചറിയുകയും പിന്നീട് നേരത്തെ പറഞ്ഞ പ്രമുഖൻ എന്ന കാട്ടാനയെപ്പോലെ നാട്ടുകാർക്ക് മെരിക്കാനാവാത്ത, കാടിൻ്റെ വന്യത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാട്ടുപ്രദീപൻ എന്ന യുവാവിനെ മല്ലിക പരിചയപ്പെടുകയാണ്. കാട്ടുപ്രദീപൻ കാടിനുള്ളിലാണ് ഭൂരിഭാഗം സമയവും കഴിയുന്നത്. അവൻ വൻമരങ്ങളിൽ വലിഞ്ഞു കയറി അതിൽ നിന്ന് തേനും ഒക്കെ എടുക്കും, ശേഖരിക്കും. കാടിൻ്റെ അകം അവന് ഹൃദിസ്ഥമാണ്. കാട്ടുമൃഗങ്ങളോട് അവൻ ഇണങ്ങിക്കഴിയുന്നു. അവൻ സ്നേഹസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ്. അത് തിരിച്ചറിഞ്ഞ മല്ലിക കാട്ടുപ്രദീപന് തൻ്റെ മനസ്സും ശരീരവും നൽകുന്നു. അവരുടെ ആചാരപ്രകാരം, ആദിവാസികളുടെ ആചാരപ്രകാരം വിവാഹിതരാകുന്നു. മല്ലിക ഗർഭിണിയാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദിവാസി സമൂഹത്തിൻ്റെ മൂപ്പത്തിയായ മഞ്ഞമുത്തി എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. മഞ്ഞമുത്തി മല്ലികയുടെ ഏറെ സ്നേഹാദരങ്ങളുള്ള ഒരു വയോധികയാണ്. അവരുടെ പ്രായം എത്രയാണെന്ന് നിർണയിക്കുവാൻ സാധിക്കുകയില്ല, അത്രയധികം പ്രായമുണ്ടവർക്ക്. അവർ രാമച്ചി എന്ന ഉൾക്കാടിനെ കുറിച്ച് മല്ലികയോട് പറഞ്ഞു കൊടുക്കുന്നു. കാടിൻ്റെ ഘോര വനമാണ്, കാടിൻ്റെ ഉള്ളകമാണ്, ഘോരമായ വനമാണ് രാമച്ചി. അവിടേക്ക് എത്തിപ്പെടുക സാധ്യമല്ല. എത്തിപ്പെടണമെങ്കിൽ വളരെയധികം പ്രയത്നിക്കണം. വന്യമൃഗങ്ങളും വൻമരങ്ങളും തിങ്ങി നിൽക്കുന്ന പ്രദേശം, ഒരു കാടിൻ്റെ ഹൃദയമാണ് രാമച്ചി. അതിനെക്കുറിച്ച് മഞ്ഞമുത്തശ്ശി മല്ലികയോട് പറഞ്ഞു കൊടുക്കുന്നത് സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് കാട്ടിൽ നിന്നും അവർ മാറുന്നതിൻ്റെ തലേ ദിവസമാണ്. മഞ്ഞമുത്തശ്ശിയോട് മല്ലിക പറയുന്നു, നമുക്ക് സർക്കാർ ഭൂമി അനുവദിച്ച് തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, അപ്പോൾ നമുക്കിതുവരെ ഭൂമി ഇല്ലേ എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏക്കറുകളായോ സെന്റുകളായോ തരംതിരിച്ചതോ വേർതിരിച്ചതോ തിരിച്ചതോ വേലി കെട്ടിയതോ ആയ ഭൂമിയല്ല അവരുടെ ഭൂമി. അവരുടെ ആവാസഭൂമി ആ കാടും അതിലെ ജീവജാലങ്ങളും അതിലെ സസ്യലതാദികളുമൊക്കെയാണ്. അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അങ്ങനെ ഈ 1 ഏക്കറയ്ക്കുള്ളിൽ കോൺക്രീറ്റ് വീടിനുള്ളിൽ കഴിയേണ്ടി വരുമെന്ന് അറിഞ്ഞ മഞ്ഞമുത്തശ്ശി അതോടെ മരിച്ചു പോവുകയാണ്. ആ സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് മാറുന്നതിൻ്റെ തലേ ദിവസം അവർ മരിച്ചു പോകുന്നു. അപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ മഞ്ഞമുത്തശ്ശി പറഞ്ഞു കൊടുത്ത രാമച്ചി എന്ന കാടിൻ്റെ ഹൃദയം മല്ലികയെ വല്ലാതെ മോഹിപ്പിക്കുകയാണ്.
ആ കാടകത്ത് വെച്ച് വേണം തൻ്റെ പ്രസവം എന്ന് അവൾ വിചാരിക്കുന്നു. ആ ആഗ്രഹം ഭർത്താവായ കാട്ടുപ്രദീപനോട് പറയുന്നു. കാട്ടുപ്രദീപൻ അവളെ വിലക്കുന്നു. കാരണം ഉൾക്കാടിലേക്ക് എത്താൻ എളുപ്പമല്ല. ഒരുപാട് കുത്തനെയുള്ള കയറ്റങ്ങളാണ്, പാറക്കൂട്ടങ്ങളാണ്, വെള്ളച്ചാട്ടങ്ങളാണ്, വന്യമൃഗങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മല്ലികയെ പിന്തിരിപ്പിക്കാൻ കാട്ടുപ്രദീപൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ശഠിക്കുന്നില്ല. അവൾ രാമച്ചിയിൽ പോയി പ്രസവിക്കണമെന്ന് നിർബന്ധിക്കുന്നു. മഞ്ഞമുത്തശ്ശിയുടെ ചരിത്രം: മഞ്ഞമുത്തശ്ശിയും അച്ഛനും അമ്മയും ഈ രാമച്ചിയിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് അവർ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയാണ്. ഈ റിസർവ് വനമൊക്കെ വരുമ്പോൾ കാടിൻ്റെ അകങ്ങളിൽ താമസിച്ചിരുന്ന അവർ അവിടെ നിന്നും അട്ടിയോടിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് മഞ്ഞമുത്തശ്ശി കാടിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ മഞ്ഞമുത്തശ്ശിയുടെ ആ ജനിച്ചു വളർന്ന ആ കാടകത്തേക്ക് പോകാൻ മല്ലിക ആഗ്രഹിക്കുകയും പ്രദീപനെ നിർബന്ധിക്കുകയും അവളുടെ നിർബന്ധത്താൽ പ്രദീപൻ അവളെയും കൂട്ടി രാമച്ചിയിലേക്ക് യാത്രയാവുകയാണ്. ആ യാത്രയൊക്കെ ഇതിലെ കാടിൻ്റെ ഹൃദയത്തിലൂടെയുള്ളൊരു യാത്രയാണത്. ഓരോ മരങ്ങളെയും, ഓരോ ചെടികളെയും, കാടിൻ്റെ ഓരോ അനക്കങ്ങളെയും, കാടിൻ്റെ വന്യ സൗന്ദര്യത്തെയും, ഇരുണ്ട മനോഹരമായ പച്ചയെയും, പ്രകൃതിയുടെ ഭാവഭേദങ്ങളെയും വിനോയ് തോമസ് ഇതിൽ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു കൊടും കാടിൻ്റെ ഘോരവനത്തിനകത്തുകൂടെ നടക്കുന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെ ആ ഘോരവനത്തിൻ്റെ ഉള്ളിലെത്തി അവിടെ ഒരു പാറപ്പുറത്ത് ഇവർ താമസിക്കുകയാണ്. ഗർഭഭരാലസയായ മല്ലിക ആ കാട്ടുചോലയിലെ വെള്ളം കുടിച്ചു. പ്രദീപൻ ശേഖരിച്ചു കൊണ്ടുവരുന്ന കാട്ടുപഴങ്ങൾ കഴിച്ചു. മാന്തിക്കൊണ്ടുവരുന്ന വേരുകൾ ചതച്ച് അതിലെ നീര് കുടിച്ചു. അങ്ങനെ കഴിയുന്നു. ഒടുവിൽ അവൾ പ്രസവത്തിന് സന്നദ്ധയാകുന്നു. ആ സമയത്ത് ഒരു വൻമരത്തിന് മുകളിലുള്ള തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി പ്രദീപൻ കയറുകയാണ്. കഴുത്ത് വേദനിക്കുന്ന അത്രയും നോക്കിയാലും അതിൻ്റെ ഉയരത്തിൻ്റെ അറ്റം കാണാൻ കഴിയും, അതിൻ്റെ തുഞ്ച് കാണാൻ കഴിയാത്ത വിധം അത്രയും ഉയരത്തിലാണ് ആ മരം നിൽക്കുന്നത്. അതിൻ്റെ തുന്നാടിയിലാണ് തേൻകൂടുള്ളത്. അത് ശേഖരിക്കുന്നതിന് വേണ്ടി പ്രദീപൻ അതിലേക്ക് കയറുകയാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മല്ലികയ്ക്ക് പ്രസവവേദന ആരംഭിക്കുന്നത്. അവൾ പിറവിയുടെ കഠിനവേദനയിൽ അമരുന്നു. അവളുടെ അസഹ്യമായ നിലവിളിയുടെ ചീളുകൾ ആ കാടിൻ്റെ ഹൃദയത്തെ മുഖരിതമാക്കുന്നു. തിരിച്ചിറങ്ങുന്ന ആ വൻമരത്തിൽ നിന്നും തേൻ ശേഖരിച്ച് തിരിച്ചിറങ്ങുന്ന പ്രദീപൻ കാണുന്നത് രണ്ട് കാഴ്ചകളാണ്. ഒന്ന്, മല്ലിക കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ രംഗം. അതിന് കുറച്ചു ദൂരെ പ്രമുഖൻ എന്ന കുങ്കിയാന കുതിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന രംഗം. അവൻ നടുങ്ങിപ്പോകുന്നു. അവൻ്റെ ഹൃദയം വിറയ്ക്കുന്നു. കാരണം ആ കുങ്കിയാന ലക്ഷ്യം വയ്ക്കുന്നത് തൻ്റെ ഭാര്യയെയാണ് എന്ന് പ്രദീപൻ മനസ്സിലാക്കുന്നു. ആ കുങ്കിയാന അതിലൂടെ പാഞ്ഞുപോയാൽ തൻ്റെ ഭാര്യയും പ്രസവാസന്നയായ ഭാര്യ മരിച്ചു പോകുമെന്ന് കരുതി പ്രദീപൻ അവളെ അവസാനമായി ഒരു നോക്ക് കണ്ട് കണ്ണടയ്ക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് പിടിയാനകളുള്ള ഒരാനക്കൂട്ടം പ്രമുഖന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്. ഉടൻ പ്രമുഖൻ ആ പിടിയാനക്കൂട്ടത്തിൻ്റെ
വശ്യമോഹനമായ സ്വാധീന വലയത്തിൽ ആകൃഷ്ടനായി അവരുടെ പുറകെ പോകുന്നു. അങ്ങനെ മല്ലികയും നവജാത ശിശുവും രക്ഷപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പല വിധാനങ്ങളുണ്ട്. പ്രമുഖൻ എന്ന കാട്ടാനയോട് സാമ്യമുള്ള മനുഷ്യനായ പ്രദീപൻ, നിറഗർഭിണിയായിട്ടുള്ള പൂർണ്ണഗർഭിണിയായിട്ടുള്ള മല്ലിക വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് ആ കാടിൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന അനുഭവം. മഞ്ഞമുത്തശ്ശി എന്ന അവളുടെ ഏറെ സ്വാധീനിച്ച ആ മുത്തശ്ശിയുടെ പേര് തന്നെ തൻ്റെ കുഞ്ഞിന് നൽകണമെന്ന അവളുടെ ആഗ്രഹം, അവിടെ പ്രസവിക്കണമെന്ന അവളുടെ ആഗ്രഹം. ഇങ്ങനെ കാടിനെ മനുഷ്യൻ്റെ ഹൃദയവുമായി, അവിടുത്തെ ആ കാട്ടിൽ ജീവിച്ചിരുന്ന ആദിവാസികളുടെ ജീവിതവുമായി അഭേദ്യമായി ഇണക്കിക്കൊണ്ട് മനോഹരമായി ചെയ്ത ഒരു കഥയാണ് രാമച്ചി. ആ കഥയുടെ വായനാനുഭവം നമ്മൾക്ക് തീർച്ചയായും നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കഥയാണ് മൂർഖൻ പറമ്പ്. ഇടവേലിക്കാർ, മിക്കാനിയ മൈക്രാന്ത എന്ന കഥ ഇതിൽ ശ്രദ്ധേയമായൊരു കഥയാണ്. അതും ഇതുപോലെ പേപ്പച്ചൻ എന്ന ഒരു കർഷകന്റെ കഥയാണ്. കാർഷിക വൃത്തിയെ സ്നേഹിക്കുന്ന ആ കർഷകൻ അതുകൊണ്ട് മാത്രം ദുരന്തത്തെ നേരിടുകയാണ്. ഫലഭൂയിഷ്ടമായിരുന്ന അയാളുടെ ആ കൃഷിയിടം മിക്കാനിയ മൈക്രാന്ത എന്ന പൂലോകമുടിച്ചി എന്ന് പറയുന്ന ഒരു തരം വള്ളിച്ചെടി പടർന്നു പിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുകയാണ്. തെങ്ങും വാഴയും ചേനയും കവുങ്ങും അങ്ങനെ ഫലഭൂയിഷ്ടമായിരുന്ന സമൃദ്ധമായിരുന്ന ആ പറമ്പ് മുഴുവൻ ഈ പൂലോകമുടിച്ചി എന്ന് വിളിക്കുന്ന ആ വള്ളിച്ചെടി ഭീകരമായി ആക്രമിച്ച് കീഴടക്കുകയാണ്. അത് ഓരോ വിളയെയും ഓരോ ഫലത്തെയും ഉയരാനാകാത്ത വിധം, വളരാനാകാത്ത വിധം ഞെരിച്ചു കളയുന്നു. അതിൻ്റെ ആ ഗാഠാശ്ലേഷത്തിൽ ആ പറമ്പിലെ മുഴുവൻ വിളയും നശിച്ചു പോകുന്നു. ഒടുവിൽ ആ വള്ളിച്ചെടികൾ പേപ്പച്ചൻ്റെ വീട്ടിലേക്കും കയറി വരികയാണ്. പേപ്പച്ചൻ അവശനായി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഏലമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ ഒരേ ഒരു മകൻ വിദേശത്ത് ഒരു വീട്ടിൽ പരിചാരകനാണ്. കർഷകന്റെ മകനായി എന്നുള്ളത് കൊണ്ട്, കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജോഷി എന്ന ആ മകന് വിദേശത്ത് ഒരു വീട്ടിൽ പരിചാരകനാകേണ്ടി വന്നത്. അതുപോലെ ആധുനികമായ സംവിധാനങ്ങൾ, മനുഷ്യൻ ലാഭത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന കോഴി, മത്സ്യം, ചെടികൾ, ഇതെല്ലാം സ്വതസിദ്ധമായ ജീവിതത്തെ, ജൈവികമായ അവസ്ഥകളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കഥ. ഈ കഥ വായിക്കുമ്പോൾ ഒരു കാലത്ത് മനുഷ്യനെ ഊട്ടിയിരുന്ന, അവൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചിരുന്ന കൃഷി പിന്നീട് എങ്ങനെ പൈസയുണ്ടാക്കാനുള്ള, പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി മാറി, അതൊരു കച്ചവട ഉൽപ്പന്നം മാത്രമായി മാറി എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ കഥ.
എന്ത് വിഷവും, എത്ര മാരകമായ വിഷവും ഭക്ഷ്യധാന്യങ്ങളിലും ഫലവർഗങ്ങളിലും പ്രയോഗിക്കാമെന്നും കൊടും വിഷം വിറ്റ് കോടികൾ സമ്പാദിക്കാമെന്നും ഇടനിലക്കാർ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ കർഷകരല്ല, കർഷകർക്കും അത് ഉപഭോക്താക്കൾക്കും ഇടയിലുള്ള ഇടനിലക്കാർ വൻ ലാഭം കൊയ്യുന്നതിനു വേണ്ടി കർഷകർക്ക് കീടനാശിനികളും രാസവിഷങ്ങളും രാസവളങ്ങളും നിർലോഭമായി നൽകുകയാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ കാർഷികോൽപ്പന്നങ്ങൾ വിഷമയമാവുകയും അത് കഴിക്കുന്നവർ രോഗഗ്രസ്തരാവുകയും ചെയ്യുന്നു. അപ്പോൾ ലാഭത്തിന് വേണ്ടി കർഷകരുടെ ഉൽപ്പന്നങ്ങളെ വിഷമയമാക്കുന്നതിൻ്റെ ദയനീയമായ ചിത്രം ഈ കഥയിൽ നമുക്ക് തൊട്ടെടുക്കാൻ സാധിക്കും. നല്ലൊരു വായനാനുഭവവും നല്ലൊരു സാമൂഹിക പാരിസ്ഥിതികമായ അനുഭവവും പകർന്നു നൽകുന്ന കഥയാണ് ഈ മിക്കാനിയ മൈക്രാന്ത എന്ന ഈ സമാഹാരത്തിലെ കഥ. അതുപോലെ തന്നെ ഇടവേലിക്കാർ എന്ന കഥ ഒരു വ്യത്യസ്തമായ കഥയാണ്. കുടകിൽ ഇഞ്ചിക്കൃഷിയും മഞ്ഞൾ കൃഷിയും ചെയ്യുന്ന മലയാളികളുടെ കഥ കുറിച്ചിട്ടിരിക്കുകയാണ് ഈ കഥയിൽ. അതിൽ രണ്ട് ദേശത്തിൻ്റെ, രണ്ട് സംസ്കാരത്തിൻ്റെ സങ്കീർണതകളെയും അവർ തമ്മിലുള്ള സംഘർഷങ്ങളെയും അതിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഉള്ള സാധ്യതകൾ, സൂചനകൾ കൊണ്ട് സമൃദ്ധമാണ് ഈ കഥ. അതിൽ മാണിച്ചാച്ചൻ എന്ന നാട്ടുപ്രമാണി കുടകിൽ തൻ്റെ അനന്തരവന് മർദ്ദനമേറ്റതിന് പ്രതികാരം ചോദിക്കുന്നതിന് വേണ്ടി കുടകിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇടവേലിക്കാർ എന്ന ആ നാടിൻ്റെ അഭിമാനം അതിനെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്ന മാണിച്ചാച്ചൻ ഒടുക്കൽ തിരിച്ചറിയുന്നുണ്ട്, അങ്ങനെ ഒരു നാടിന് മാത്രമായിട്ട് ഒരു അഭിമാനമൊന്നുമില്ല. എല്ലാ നാടും തമ്മിൽ പരസ്പരം പൂരകങ്ങളായി പരസ്പരം സഹകരിച്ച് സംഘർഷങ്ങളില്ലാതെ കഴിയുന്നതാണ് നല്ലത് എന്ന് ഒരു ദുരനുഭവത്തിലൂടെ മാണിച്ചാച്ചൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ ഒരു പ്രത്യേകത ആ ഇടവേലിക്കാർ എന്ന ആ പ്രദേശത്തിൻ്റെ സംസ്കാരവും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. ചീട്ടുകളിയാണ് അവിടുത്തെ മുഖ്യ വിനോദോപാധി. ചീട്ടുകളിയുടെ ടൂർണമെൻ്റാണ് ആ നാടിൻ്റെ ആഘോഷം. അതിൻ്റെ ആശാനാണ് മാണിച്ചാച്ചൻ. അപ്പോൾ അങ്ങനെ ആ നാടിൻ്റെ ആഘോഷത്തെയും മത്സരത്തെയും അഭിമാനത്തെയും ഒക്കെ രസകരമായി മനോഹരമായി ഈ കഥയിൽ ബിനോയ് തോമസ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ കഥയുടെ വായന യഥാർത്ഥത്തിൽ സാമൂഹികമായ കുറെ ചിന്തകളുടെ ഒരു വിപുലമായ ആവിഷ്കാരമാണ്. പ്രത്യേകിച്ചും മനുഷ്യൻ അവൻ്റെ ജാത്യാഭിമാനങ്ങളിൽ, പ്രാദേശികമായ മിഥ്യാഭിമാനങ്ങളിൽ അഭിരമിക്കുന്നതിൻ്റെയും അതിൻ്റെ വ്യർത്ഥമായ പരിസമാപ്തിയും ഇതിൽ പല കഥകളിലും കുറിക്കുന്നുണ്ട്. മൂർഖൻ പറമ്പ് ഇതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അറ്റുപോവുകയും അതിൻ്റെ ദാരുണമായ അവസ്ഥ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിൻ്റെയും വേദനാജനകമായ കഥയാണ്. ഈ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ മികച്ച കഥകളിലൂടെ, മികച്ച വായനാനുഭവത്തിലൂടെ
കടന്നുപോകുന്ന പ്രതീതി വായനക്കാർക്കുണ്ടാകും. അതുതന്നെയാണ് ഈ രാമച്ചി എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു. ഇത് വായിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ഈ ചർച്ചാവേദിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ചർച്ച സജീവമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.